ഇതാണ് വിസ്പേഴ്സ് ഓഫ് ദി എർത്ത്. അവരുടെ ആ ശില്പനിർമ്മാണമാണ് നടക്കുന്നത്. സ്കൾപ്ചർ ക്യാമ്പാണ്. അപ്പോൾ ഇവിടെ പ്രശസ്തനായിട്ടുള്ള നമ്മുടെ ശില്പി രാജശേഖരൻ, അദ്ദേഹത്തിന് മറ്റൊരു നാമമുണ്ട്, പാപ്പൻ എന്ന ശില്പിയുടെ ആ ഒരു നിർമ്മാണം, അതായത് കരിങ്കല്ലുകൾ, പാലക്കാട് നിന്ന് കൊണ്ടുവന്ന വലിയ കരിങ്കല്ലുകളിൽ ഇപ്പോൾ ശില്പം കൊത്തിയെടുക്കുന്നതിൻ്റെ ആദ്യഘട്ടത്തിൻ്റെ ആ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഒരു കെട്ടിടത്തിൻ്റെ രൂപങ്ങളാണ് നിർമ്മിക്കുന്നത് അദ്ദേഹം പറയുന്നു. പാപ്പോ നമസ്കാരം. എന്താ ഇവിടുത്തെ പണി അത് പറ. ആർക്കിടെക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അൺഫിനിഷ്ഡ് വീടിൻ്റെ ഒരു രൂപമാണ്. നമ്മൾ റോഡിൽ പോകുമ്പോൾ കാണാമല്ലോ, ഈ തൂണിലൊക്കെ മാത്രം നിർത്തിക്ക് തൂണിലൊക്കെ മാത്രമുള്ള ചില ബിൽഡിങ്ങുകളും പിന്നെ അല്ലാതെ ഈ ഉണ്ടാക്കിയിട്ടിട്ട് ആള് താമസമില്ലാത്ത ചില ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്തതുണ്ട്. നല്ല വീടൊക്കെ ഉണ്ടാക്കിയിട്ട് പക്ഷേ ആള് താമസമില്ല, ഒരുമാതിരി പേടിപ്പിക്കുന്നൊരു ചില ഇതുണ്ടാവും. അങ്ങനത്തെ ഒരു സംഭവം. അത് ഈ മെറ്റീരിയലിന് ക്യാരക്ടർ മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അല്ലാതെ കല്ലിൽ നമ്മൾ ബിൽഡിങ് ചെയ്യുന്ന ആ രീതിയിലല്ലേ, കല്ലിൻ്റെ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് ഈ മീഡിയത്തിന് മാക്സിമം റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് സാധനം ഉണ്ടാക്കുക. അല്ലാതെ നമ്മൾ കൊത്തി ഒരു ഈ ക്രാഫ്റ്റ്മാൻ ഉണ്ടാക്കുന്ന പോലുള്ള ഒരു സംഭവമല്ല ഫൈൻ ആർട്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. മിനിമം കാറി മാക്സിമം മോശം, അതാണ് ഇതിൻ്റെ ഒരു തത്വം. മൈക്കലാഞ്ചലോ പറഞ്ഞാണ്, ഞാൻ പറഞ്ഞതല്ല. അതാണ് അങ്ങനത്തെ ഒരു കൊത്തിയെല്ലാം ഉണ്ടാക്കുന്ന മിനിമം ഒരു ഇതിന് മാക്സിമം നിർത്തുക. അതാണ്. അപ്പോൾ പാപ്പൻ്റെ വാക്കുകൾ കേട്ടല്ലോ. അപ്പോൾ ഈ മിക്കവാറും അത് ഒരു 31 തീയതി വരെ ഇതിൻ്റെ ഫുൾ രീതിയിലേക്ക് ആ ശില്പം നിർമ്മാണം പൂർത്തീകരിക്കാൻ ആകുമെന്നാണ് ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ. ഇനി അടുത്ത സ്ഥലത്തേക്ക് അടുത്ത ശില്പിയുടെ വർക്ക് കൂടി കാണാം. നമ്മുടെ ഈ ശ്രീനാരായണ സമുച്ചയത്തിലാണ് ഈ ശില്പങ്ങളെല്ലാം സ്ഥാപിക്കാൻ പോകുന്നത്. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ കുറേയേറെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും അദ്ദേഹം എന്താണ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ചെവി കൊടുത്ത് ശ്രദ്ധിക്കണം എന്നാണ് ഇതൊരു കാതാണ്. നമ്മുടെ പ്രമുഖ ഈ ശില്പി ചിത്ര ഒരു വിദ്യാർത്ഥി കൂടിയാണ് നിലവിൽ. ഇപ്പോഴും ഈ ശില്പനിർമ്മാണത്തിൻ്റെ അങ്ങേ തലക്കലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമം. ചിത്രേ, എന്താണ് നിങ്ങൾ ഇതിനിട്ടിരിക്കുന്ന പേര്? ഇതിൻ്റെ ടൈറ്റിൽ പരോപകാര ജീവിതങ്ങൾ എന്നാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു പേര്? നമ്മൾ ഒരു ശില്പം ചെയ്യുമ്പോൾ എവിടെയാണ് വർക്ക് ഇരിക്കുന്നത്, ആ സ്പേസ് പ്രധാനപ്പെട്ടതാണ്. അപ്പം ശ്രീനാരായണ ഗുരു സംസ്കൃതി ഭവനിലിരിക്കുന്ന ഒരു വർക്ക് എന്നുള്ള രീതിയിൽ ആലോചിച്ചപ്പോൾ അതൊരു ഇങ്ങനത്തെ ഒരു അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വർക്ക് ചെയ്യണം എന്നാലോചിച്ചു. അപ്പോൾ ഇതിൻ്റെ ടൈറ്റിൽ പരോപകാര ജീവിതങ്ങൾ എന്നാണ്. 2 ചെവി ഇങ്ങനെ 2 സൈഡിലൂടെ വന്നിട്ട് അങ്ങനത്തെ ഒരു എൻ്റെ ഒരു വർക്കിൻ്റെ ഒരു സീരീസ് തന്നെ ബോഡി എന്ന് പറയുന്ന കൺസെപ്റ്റിലാണ്. ആ കൺസെപ്റ്റിൻ്റെ ഒരു തുടർച്ചയിലും ആണ് ഞാൻ വർക്ക് ചെയ്ത് വരുന്നത്. ഇന്നത്തെ കാലഘട്ടത്തെ ഏറെ പ്രസക്തമായതാണ് ഗുരുദേവൻ്റെ വാക്കുകൾ. അപ്പോൾ അത് കേൾക്കൂ എന്ന് പറയുകയാണല്ലേ? ഒരു എന്താ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നൊരു ഒരു സാധ്യതയൊക്കെയാണ് വർക്കിനകത്ത് ഉപയോഗിക്കാൻ ഇഷ്ടം. അപ്പോൾ ഇതിപ്പോൾ അദ്ദേഹം ചിത്ര പറഞ്ഞതുപോലെ ഇത് നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങളിലൊന്നാണ് നമ്മുടെ ഈ ചെവി, കേൾവി എന്ന് പറയുന്നത്. ആ കേൾവിയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ വാക്കുകൾ തന്നെയാണ്. അതിൽ നിന്നാണ് ഇങ്ങനെ ഒരു തീം സെലക്ട് ചെയ്തത്. ശരിക്കും ഇതൊക്കെ വിസ്പറിങ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ശില്പി ഹോച്ച്മിൻ്റെ ഒരു ശില്പനിർമ്മാണത്തിലാണ്. ഇതിൻ്റെ പാരസ്പര്യം എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ഒന്നും പൂർണ്ണമല്ല, പക്ഷെ അതേസമയം ഒന്നിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമാകും എന്നൊരു സന്ദേശം. പ്രത്യേകിച്ച് ഇന്നത്തെ മനുഷ്യൻ്റെ ഒരു ജീവിതം, പരസ്പരം സഹകരണമില്ലായ്മ, പരസ്പരം മനുഷ്യരെ സ്നേഹിക്കാത്തത് എല്ലാം ഷെയർ ചെയ്യണം എന്ന് പറയുകയാണ് ഈ ശില്പത്തിലൂടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. ശില്പി അങ്ങനെയാണ് നേരത്തെ പറഞ്ഞത്. എങ്ങനെയുണ്ട് ഹോച്ച്മിൻ, ഇതെന്താ നിങ്ങളിത് ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്? ഇത് പാരസ്പര്യത്തെ സംബന്ധിച്ചുള്ളൊരു കൺസെപ്റ്റാണുള്ളത്. അപൂർണമാണ് എല്ലാവരും, പക്ഷേ ഈ പാരസ്പര്യം വരുന്നുള്ളത് പൂർണ്ണമായ ഒരു സർക്കിളിലേക്ക് എത്തുകയാണത്. സർക്കിൾ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മിത്തോളജിയായിട്ട് റിലേറ്റഡ് ആണ്. അതിനാണ് പുതിയൊരു പൊളിറ്റിക്കൽ സിറ്റുവേഷനിലാണ് നമ്മൾ വർക്ക് ചെയ്ത് വരുന്നത്. ഇതിനകത്ത് ഇപ്പോഴത്തെ വെച്ച് പാലസ്തീൻ ഇഷ്യൂ വരുന്നുണ്ട്, ഇന്ത്യൻ രാഷ്ട്രീയം വരുന്നുണ്ട്, വംശീയത വരുന്നുണ്ട്, വർഗീയത വരുന്നുണ്ട്. അപ്പോൾ പാരസ്പര്യം വന്നു കഴിയുമ്പോഴത്തേക്കും ഇത് ഒക്കെ ആളുകളുടെ മനസ്സിൽ നിന്ന് അനാവശ്യമായ ഇത്തരം ചിന്തകളൊക്കെ ഒഴിവായി നിൽക്കുന്നൊരു കൺസെപ്റ്റാണ് ഇതിനകത്തുള്ളത്. നിലവിൽ പുതിയ ട്രംപിൻ്റെ ചില നിലപാടുകളുണ്ട്. എന്നുവെച്ചാൽ ലോകത്തിൻ്റെ പാരസ്പര്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഇപ്പോൾ ഉള്ളത്. ഇന്ത്യയിലാണെങ്കിലും
വിഭജന സ്വരമാണ് ഉയർന്നു വരുന്നത്. അതിനകത്ത് വർഗീയത വരുന്നുണ്ട്, വെറുപ്പ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വർക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കാണിത്. ഇതിപ്പം വർക്ക് ഏകദേശമൊക്കെ ആയി കഴിഞ്ഞു. ഒരാഴ്ച കൊണ്ട് വർക്ക് പൂർത്തീകരിക്കും ഇതിനകത്ത്. ഇതിൻ്റെ ഈ ഒരു അതായത് ആ ശില്പത്തിൻ്റെ ഇപ്പം ഈ ശില്പത്തിൻ്റെ ഒരു കൺസെപ്റ്റ് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തെയാണ് അത് വിരൽ ചൂണ്ടുന്നത്. ഇന്നത്തെ കാലഘട്ടമൊന്നുമല്ല, ഇനിയും വരാൻ പോകുന്ന പല കാലഘട്ടങ്ങളിലൊക്കെ ഇത് സംഭവിക്കാം. അപ്പോഴെല്ലാം ഇതൊരു ഓർമ്മചിഹ്നമായി ഈ പാരസ്പര്യം എന്ന് പറയുന്ന ശില്പം നമുക്കൊരു ദിശാബോധം കാണിക്കുമെന്ന് പ്രതീക്ഷിക്കാം. മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത നാമമാണ് വി കെ ശശിധരൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുണ്ട്, മുക്കുറ്റിപ്പൂവിനുമുണ്ട് ഒരാകാശം. ആ ഒരു ടൈറ്റിലിൽ നമ്മുടെ പ്രമുഖ ശില്പിയായിട്ടുള്ള ജോൺസൺ MK അദ്ദേഹത്തിൻ്റെ ആ ശില്പമാണ് ഇവിടെ ഇപ്പോൾ പൂർത്തിയാകുന്നത്. ഇതൊരു അദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ച് VKS പറഞ്ഞ ആ ദർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വരും തലമുറയ്ക്ക് കൂടി അത് കാഴ്ചപ്പാടുകൾ പകരാൻ വേണ്ടി VKSനെ എല്ലാവരെയും ഓർമ്മപ്പെടുത്താൻ കൂടി ലക്ഷ്യമിട്ടാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത അനുയായി കൂടിയായിട്ടുള്ള നമ്മുടെ ജോൺസൺ മാഷ് ഇപ്പോൾ. മാഷേ നമസ്കാരം. അപ്പോൾ എന്താ ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്? ഇത് ബഡ്ഡിങ് കൊണ്ടൊരു സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ശില്പത്തിൻ്റെ തന്നെ ബഡ്ഡിങ് ടൈറ്റിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനിലേക്കാണ് ഈ വർക്ക് വരുന്നത്. ഇവിടെ ചെയ്യുമ്പോൾ എനിക്ക് മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വളരെ ഓർമ്മിക്കുന്ന ഒരു അടുത്ത സുഹൃത്താണ് VKS ഒരു നല്ലൊരു പാട്ടാണ് മുക്കുറ്റിപ്പൂവിനുണ്ടൊരു ആകാശം. പക്ഷേ കൊല്ലത്ത് വരുമ്പോൾ എനിക്ക് VKSനെ ഓർമ്മിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ സത്യത്തിൽ ഈ നമ്മൾ മുക്കുറ്റിപ്പൂവിനുണ്ടൊരു ആകാശം എന്ന് പറഞ്ഞാൽ ഓരോ ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്ന ഓരോ ആൾക്കും, ഒരു സംഘപ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ഓരോ മനുഷ്യനും അവൻ്റെ വർക്കുകൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നറിയുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവൻ്റെ ഒരു കയ്യൊപ്പാണ് ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ ചെയ്തുള്ളൊരു വർക്കാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു കവിതയിലൂടെ പറയുന്ന കാര്യങ്ങൾ അതും ഇപ്പം കഴിഞ്ഞ തലമുറയിലും നിലവിലുള്ള തലമുറ ഇനി വരാനിരുന്ന തലമുറയ്ക്കെല്ലാം വളരെ, കാരണം ഇത്രയും ജനകീയമായിട്ടൊരു പാട്ട് പാടി ശാസ്ത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ജനകീയ കലാകാരൻ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അദ്ദേഹത്തിനൊപ്പം കുറേ യാത്രകൾ ചെയ്തിട്ടുണ്ട് ഈ ജനകീയ ഗാനവുമായി ബന്ധപ്പെട്ടിട്ട്. ഡൽഹിയിലും ബംഗാളിലൊക്കെ പോയി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കൊല്ലത്ത് വരുമ്പോൾ അദ്ദേഹത്തെ ഓർമ്മിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ ഒരു ടൈറ്റിൽ എന്ന് കരുതിയിട്ട് ടൈറ്റിലുമായി ബന്ധപ്പെട്ടിട്ടല്ല ഈ വർക്ക് നിൽക്കുന്നത്. ആർട്ടുമാണ്, സാഹിത്യമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് VKS. അതുകൊണ്ടാണ് ഈ കൊല്ലത്ത് വന്നുകൊണ്ട് ഈ ഒരു പേരിട്ടത്. അപ്പോൾ മൂക്കുറ്റിപ്പൂവിനുമുണ്ട് ഒരാകാശം. ഇത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അത് ശാസ്ത്രബോധത്തിലൂടെ എല്ലാവരെയും ജീവിക്കാൻ പഠിപ്പിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട VKS. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്ന് നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്. പക്ഷേ അത്തരം ആ ഒരു പ്രയോഗത്തെ അതല്ല വേണ്ടത് എന്ന് പറയാതെ പറയുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട കവി രാജൻ. അദ്ദേഹത്തിൻ്റെ ഈ ശില്പത്തിൻ്റെ പേര് തന്നെ വെളിച്ചം എന്നാണ്, വിളക്ക് എന്നാണ്. അപ്പോൾ ആ വിളക്ക് ആർക്കും തെളിക്കാവുന്ന, ജാതിമത ഭേദമന്യേ ആർക്കും തെളിക്കാവുന്ന, ഏത് ജീവജാലങ്ങൾക്കും തെളിക്കാവുന്ന ആ ഒരു വിളക്ക് ആണ് അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ സൃഷ്ടി. ചേട്ടാ, എന്താണ് ഇങ്ങനെ ഒരു തീമിലേക്ക് വരാൻ കാരണം? ഈ വിളക്ക് എല്ലാവർക്കും വെക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ മലബാറിലാണെങ്കിൽ നിലവിളക്ക് അതൊക്കെ നിഷിദ്ധമാണ്. മറ്റേ ക്രിസ്ത്യൻസിനാണെങ്കിൽ മറ്റേ ഇത് മാത്രമല്ലല്ലോ വേർതിരി. അപ്പോൾ അത് എല്ലാവർക്കും വെക്കാവുന്ന ഒരു വിളക്ക്, പ്രത്യേകിച്ച് കൊല്ലത്തിന് സൂട്ടാണ്. അത് അവിടെ കൊണ്ട് മാത്രം തീരുന്നതല്ലല്ലോ, ഈ പലരുടെയും ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്നതാണെന്നുള്ള അങ്ങനെ വരുന്നുണ്ടോ? അതുണ്ടല്ലോ. ഞാനത് ഫിനിഷ് ചെയ്യാതായിരുന്നു ഒന്നും പറയാതിരിക്കുന്നത്. ഫിനിഷായി കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ പറ്റുമല്ലോ. ഒരു പോസിറ്റീവ് വൈബ് ഈ ശില്പത്തിൻ്റെ അരികെ വരുമ്പോൾ കിട്ടും. അതെ, തീർച്ചയായിട്ടും. അപ്പം അതിൽ ഈ വിളക്കെന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് ഈ ശില്പങ്ങൾ പലതും അങ്ങ് നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇപ്പം കൊല്ലത്ത് അത് വേണം എന്ന് ഉദ്ദേശിച്ചതിൻ്റെ കാരണം എന്താ? അല്ല, ഒരു ശ്രീനാരായണ സമുച്ചയത്തിന് മുമ്പിൽ ഒരു വിളക്ക് വയ്ക്കാത്തതുള്ളൂ. അത് ഉചിതമായ സ്ഥലത്ത്. അതെ, തീർച്ചയായിട്ടും. ആശംസ. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ ശ്രീനാരായണ സമുച്ചയത്തിൻ്റെ മുമ്പിൽ നേരത്തെ അവിടെ ചെവി കൊണ്ട് കേൾക്കൂ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ശില്പി രാജൻ അദ്ദേഹം വെളിച്ചം പകരുകയാണ്.
വെളിച്ചമാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയാതെ പറയുകയാണ് അദ്ദേഹം ഈ ശില്പത്തിലൂടെ. അതവിടെ വെക്കുമ്പോൾ പലരുടെയും ജീവിതത്തിലേക്ക്, അത് കാണുന്നവരുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവായും വെളിച്ചമായി പകരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.